എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ആദ്യം തന്നെ തുടക്കം കണ്ടത് ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മുടെ വീഡിയോയിൽ ഇന്ന് എന്താണെന്ന്. അപ്പം ഇന്നും നമുക്ക് കുറച്ച് പുഴമീൻ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ പുഴമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സഡ് തന്നെയാണ് കേട്ടോ. എല്ലാ മീനും മിക്സഡ് ആണ്. പരലുണ്ട്, പിന്നെ എന്താണ് പൂളാനുണ്ട്, പിന്നെ പള്ളത്തിയുണ്ട്, പിന്നെ വേറൊരു നീണ്ട മീനുണ്ട്, അതിൻ്റെ പേര് എനിക്കറിയില്ല. കാരിന്നാണോ അങ്ങനെ ഏതാണ്ട് പറഞ്ഞിട്ട് എനിക്കത് മനസ്സിലായില്ല. ഇത് നന്ദൻ്റെ ഒരു വലിയ മോഡൽ മീനാണ് കേട്ടോ. അപ്പം ഇത് കയ്യിൽ നിന്ന് വഴുക്കി വഴുക്കി പോണട്ടാ. നമ്മൾ ഈ വെള്ളത്തിലിട്ട് കുറച്ച് ഇടുന്നതിന് മുമ്പ് ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ ഈ പുഴയിലെ മീനായത് കൊണ്ടിട്ട് വഴുക്കി വഴുക്കി പോകും. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് തെന്നിപ്പോണായിരുന്നു കേട്ടോ. അപ്പം ഇനി അതൊന്ന് നന്നാക്കി എടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ രാവിലെ തന്നെ കുളിക്കണതിന് മുമ്പ് അവർ പിടിച്ചപ്പം തന്നെ ഇവിടെ കൊണ്ടു തരണത്. അപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ കിട്ടുമ്പോൾ നല്ല മീനാകുമ്പോൾ കൊണ്ടു തരണമെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ രാവിലെ പിടിച്ചപ്പം തന്നെ നമ്മുടെ ഈ കൊണ്ടു തരുക ചെയ്തത്. ഇതിപ്പോൾ 1 കിലോളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, 1 കിലോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനപ്പോൾ അത് കൈയോടെ തന്നെ വെട്ടി ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ വൈകുന്നേരം എടുത്ത് വെച്ചാൽ മതിയല്ലോ. കാരണം ഉച്ചയ്ക്ക് പച്ചക്കറിയാണ്, നമ്മളെന്നല്ല ഞാൻ പച്ചക്കറിയാണ്. ചേട്ടന് ഞാൻ വൈകുന്നേരം വരുള്ളൂ, ജോലിക്ക് പോയിരിക്കണം. അപ്പം പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പം മീനൊക്കെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊന്ന് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടൊന്ന് തേച്ചഴുകി വെക്കണം കേട്ടോ. കാരണം ഈ ഉളുമ്പ് പുഴമീനിന് ഇത്തിരി ഉളുമ്പ് കൂടുതലായിരിക്കും. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ കല്ലുപ്പിട്ട് തേച്ച് എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അത് നന്നായിട്ട് തേച്ചൊരു 4-5 പ്രാവശ്യം കഴുകിയെടുത്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ വഴുവഴുപ്പും പോവും, ഉളുമ്പൊക്കെ പോകും. അപ്പം അങ്ങനെ നമ്മൾ കഴുകിയെടുത്തിട്ട് വേണം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് കയറ്റാനായിട്ട്. ഇത് പിന്നെ വറുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ മീനൊക്കെ ഫ്രഷ് മീനൊക്കെ വറുത്ത് കഴിഞ്ഞാൽ വെറുതെ ഉപ്പും മുളകും മാത്രം ഇട്ടാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇനിയിപ്പോൾ അത് വെക്കണം. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ വെക്കണില്ല, ഫ്രിഡ്ജിൽ വെക്കണമെന്ന്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം എന്നിട്ട് വേണം നമുക്കിത് വെട്ടി തേച്ച് കഴിയിട്ട് വേണം ഇനി കുളിക്കാനായിട്ട്. കാരണം കുളിക്കണതിന് മുമ്പ് ഇട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര മണമായിരിക്കും. ഞാനാണെങ്കിൽ അത് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളമെടുത്തും കയറിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ മണം അവിടെയും വരും. അപ്പോൾ അത് കണ്ടിട്ട് ഇതൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ട് ഇനി നമ്മുടെ ഉച്ചക്കലത്തേക്കുള്ളതൊക്കെ ആക്കണം. ഉച്ചക്കലത്തെ വീഡിയോ ഒന്നും നമ്മൾ പിടിച്ചിട്ടില്ല കേട്ടോ. കാരണം മീൻ മാത്രം പിടിച്ചിട്ടുള്ളൂ. കാരണമൊന്നുമില്ല കേട്ടോ. ഞാൻ കാരണം എന്ന് പറഞ്ഞു, പിന്നെ എന്തോ മറന്നുപോയി. അപ്പം നമ്മൾ ഇനിയിപ്പോൾ കറി വെക്കണേണ് കേട്ടോ. ഇന്നപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് നമ്മുടെ മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇഞ്ചിയും പിന്നെ ഉള്ളിയും, ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളിയും പച്ചമുളക് നല്ല ഉണ്ട മുളകാണ് കേട്ടോ. അത് നല്ല എരിവാണ്, അസാധ്യ എരിവാണ് കേട്ടോ മുളകിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് മല്ലിപ്പൊടി, കുറച്ചല്ല 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ നമ്മുടെ പിരിയമുളക് പൊടിയും, 1 സ്പൂൺ സാദാ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തു. അത് കഴിഞ്ഞ് കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് കുറച്ച് ഒഴിച്ച് കഴിഞ്ഞ് തിളച്ച് വരുമ്പോഴാണ് അടുത്ത പുളിവെള്ളം ഒഴിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒരുമിച്ച് ഒഴിക്കരുത്, മീൻ കറിയിൽ ഒരിക്കലും ഒരുമിച്ച് ഒഴിക്കരുത്. കുറച്ചിച്ചായിട്ട് ഒഴിക്കുക. അത് കഴിഞ്ഞ് ഇത്തിരി കല്ലുപ്പിടുക. പിന്നെ നമ്മൾ പിഴിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ. ഞാൻ സെപ്പറേറ്റ് തേങ്ങാപ്പാലൊന്നും ഒഴിക്കില്ല കേട്ടോ. 1, 2, 3, 4 എന്നും പറഞ്ഞ് എണ്ണി എടുക്കാറില്ല, ഒറ്റയടിക്ക് ഒഴിക്കുകയുള്ളൂ. കാരണം ഇതൊക്കെ വലിയ മെനക്കേട് പണിയായത് കൊണ്ടിട്ട് ഞാൻ ഒറ്റയടിക്ക് എടുത്തൊഴിക്കുകയാണ് ചെയ്യണത്. എങ്ങനെ ഒഴിച്ചാലും കണക്ക് തന്നെയാണ്. പിന്നെ ലാസ്റ്റ് ഇത്തിരി തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഭംഗിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഭംഗിയുടെ ആവശ്യമൊന്നും വേണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഒരുമിച്ചാണ്ട് ഒഴിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാറൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ വാരിയിടുകയാണ് കേട്ടോ. നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ കുറച്ച് നമ്മൾ വറക്കാനായിട്ട് വെക്കണ്ട കേട്ടോ. കാരണം പുഴമീൻ കിട്ടി കഴിഞ്ഞാൽ ഇവിടെ വറക്കണം. അതൊരു കീഴ്വഴക്കമാണ്. അല്ല, അതൊരു ടേസ്റ്റ് ആയതുകൊണ്ടിട്ടാണ് കേട്ടോ. അതൊക്കെ ചിലതൊക്കെ ചുട്ടല്ല, എന്തെന്നാണ് നമ്മുടെ വാഴയിലയിൽ ഇങ്ങനെ പൊള്ളിച്ചെടുക്കും കേട്ടോ. പണ്ട് വീട്ടിൽ അച്ഛൻ ചെയ്യുമായിരുന്നു. വാഴയിലയിൽ ഇങ്ങനെ കുരുമുളക്, അത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ല
ചക്കക്കുടിയൊക്കെ ഇട്ട് പണ്ട് പൊള്ളിച്ചൊക്കെ എടുക്കുമായിരുന്നു. അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഇപ്പം പിന്നെ ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം ഞാനിവിടെ വന്ന് 2-3 പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടപ്പില്ലാത്തതിൻ്റെ ഒരു കേസ് കൊണ്ടിട്ട് നമ്മൾ അങ്ങനെ വിട്ട് കളഞ്ഞതാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഗ്യാസ് അടുപ്പിൽ ചെയ്യരുത്. ശരിക്കും പറഞ്ഞാൽ അടുപ്പിൽ, ഈ വിറകടുപ്പിൽ വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇനി വറക്കാനുള്ളതൊന്ന് കുഴച്ച് മറിച്ചൊക്കെ വെക്കണം. കാരണം നേരത്തെ കുഴച്ച് വെച്ചാലാണ് രാത്രി ആകുമ്പോഴേക്കും ഒരു എന്താണ് അതുമൊരു ഉപ്പും പുളിയൊക്കെ പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ആ അരച്ച് ചേർത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പും കുറച്ച് നാരങ്ങ, ഒരു പകുതി നാരങ്ങ നീരും ചേർക്കണ്ട കേട്ടോ. ഈ നാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉപ്പും പുളിയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നല്ല 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 ടേസ്റ്റാണ്. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് കുറേ നേരമായിട്ടല്ലേ. അപ്പം അങ്ങനെയൊക്കെ തന്നെയുണ്ട് സംഭവം. അപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതേ നല്ല തിളച്ച് മറിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാനൊരു ചോറുണ്ണണതിന് തൊട്ട് മുമ്പ് മീൻ പൊരിക്കലൊക്കെ അങ്ങനെ നടക്കുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ നേരത്തെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചോറിനുമ്പോഴേക്ക് എടുക്കുമ്പോൾ തളന്നൊടിഞ്ഞ പോലെ ഇരിക്കും. അപ്പം അത് ഇവിടെ ചേട്ടന് ഇഷ്ടമല്ല. ഫ്രഷായിട്ട് വറുക്കുക, ഫ്രഷായിട്ട് തിന്നുക. അപ്പോൾ ചോറുണ്ണതിന് ഒരു 1/4 മണിക്കൂർ മുമ്പ് അങ്ങോട്ട് വറക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ റെഡിയായി, ചോറല്ല കറി ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങൾക്ക് 3 പേർക്കുള്ളത് എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. ഞാനും കൊച്ചു സ്റ്റീൽ പാത്രത്തിൽ, ചേട്ടൻ ചില്ല് പാത്രത്തിൽ, അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ചാറൊക്കെ നല്ല കുറുക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇത്തിരി ചാറെപ്പോഴും ഇത്തിരി മുന്തി നിൽക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചാറ് ഇവിടെ ഭയങ്കര പ്രധാനമാണ്. വറ്റിച്ചങ്ങോട്ട് എടുക്കില്ല കേട്ടോ. പിന്നെ ചില നേരത്തൊക്കെ നമ്മൾ ഇതാക്കിയെടുക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ.